ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഹയസ്റ്റ് ഓർഡർ ആയിട്ട് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ പവറാണ് നോക്കേണ്ടത്, അതിൻ്റെ ഹയസ്റ്റ് പവർ. അതായത് ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടൈമുകളൊക്കെ കിട്ടും. ഹയസ്റ്റ് പവർ ചിലപ്പോൾ വലിയ ടൈമിലേക്കൊക്കെ പോയിന്നിരിക്കും, 10ലേക്കൊക്കെ വന്നിരിക്കും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ റൈറ്റ് സൈഡ് മൈൻഡ് ചെയ്യേ വേണ്ട. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. 2025 കീമിൽ 2 ക്വസ്റ്റ്യൻ വീതം പ്രതീക്ഷിച്ചാൽ മതി ഓരോ ചാപ്റ്റർ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഓർഡർ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ. ആ ഇക്വേഷൻ നോക്കുമ്പോൾ d²y/dx² ഉണ്ടെങ്കിൽ ഓർഡർ 2 ആണ്. ആ ഇക്വേഷൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ ടൈം d³ ആണെങ്കിൽ ഓർഡർ 3 ആണ്. ഏതാണോ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ അതാണ് ഓർഡർ. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. 2025 കീം PYQ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 ഈ വർഷം കീം ഫേസ് ചെയ്യുന്ന ഏപ്രിൽ മാസത്തെ എക്സാം ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് മാർച്ച് 13 CBSE സ്റ്റുഡൻസിനും മാർച്ച് 18 സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനും ക്രാഷ് ബാച്ച് നടത്തുന്നുണ്ട്, ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. നിങ്ങൾക്ക് ബോർഡ് എക്സാം നടന്നു കഴിയുമ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പാണ് ഏപ്രിൽ കേരള എൻട്രൻസിനിടയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ 11th 12th കംപ്ലീറ്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യും. തിയറി ഒക്കെ ഒന്ന് ബ്രീഫ് ചെയ്ത് അത്യാവശ്യം ഫോർമുലാസൊക്കെ നിങ്ങൾക്ക് തന്ന് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. കൺസെപ്റ്റ് പഠിപ്പിച്ച് കുറച്ച് PYQയും ചെയ്യും. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫോർമുലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ പ്രീവിയസ് ഇയർ കീമിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റും നടത്തും. അങ്ങനെ ഓരോ ദിവസവും പോയി നമ്മൾ ഫൈനൽ കീം എക്സാമിനോട് അടുക്കുമ്പോൾ കംപ്ലീറ്റ് പോർഷൻസിനെ ബേസ് ചെയ്ത് കീം മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നാളത്തെ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുമ്പോൾ കേരള എൻട്രൻസിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ നടത്തുന്ന ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഫോൺ നമ്പർ QR കോഡ് സ്കാൻ ചെയ്യുകയോ ഫോൺ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 11th 12th പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂൾ ലെവലിൽ പ്രിപ്പറേഷനോ ബോർഡ് എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ടോപ്പിക്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റുകൾ അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഓരോ ചാപ്റ്റർ NCERT തിയറി പറഞ്ഞ് NCERTയിലെ എല്ലാ പ്രോബ്ലംസും 1 by 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അതും നിങ്ങളെ പഠനത്തിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. 2025 കീമിൽ 2 ക്വസ്റ്റ്യൻ വീതം പ്രതീക്ഷിച്ചാൽ മതി ഓരോ ചാപ്റ്ററിലും. അപ്പോൾ ഈ വർഷം എങ്ങനെയാവുമെന്ന് അറിയില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ y(x) എന്ന് പറഞ്ഞാൽ y ആണ്. y is equal to 2 into dy/dx എന്ന് എഴുതുന്നു. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y' എന്ന് പറഞ്ഞാൽ dy/dx, dx ഈക്വൽ ടു 2 into dy/y എന്ന് വരും, വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ നടത്തുന്നു, വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. dxനൊപ്പം x, dyക്കൊപ്പം y എന്ന് പറയുമ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയി. x + c ഈക്വൽ ടു 2 log y എന്ന് വരും. ഇനി സി കണ്ടുപിടിക്കാൻ വേണ്ടി അവരൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇൻഫർമേഷൻ? എക്സിന് 0 കൊടുക്കുമ്പോൾ y e² ആയിരിക്കും. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ e² ആയിരിക്കും. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ 2 log വൈക്ക് പകരം e² കൊടുക്കാം. e² ലോഗരിതത്തിൽ ബേസ് ആണ്, ഡിഫറൻസിയേഷനിലും ഇൻ്റഗ്രേഷനിലല്ല. ബേസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരത് പറയും. ലോഗരിതത്തിൽ പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. log a raised to b to the base a എന്ന് പറയുന്നത് b ആയിരിക്കും.
അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 കിട്ടും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 വരും. ശരിയല്ലേ? സോ സി ഈക്വൽ ടു 4 എന്ന് കിട്ടും. തെറ്റില്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് ഈ സിയുടെ വാല്യൂ നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ കൊടുത്താൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 2 ലോഗ് വൈ ടു ദ ബേസ് 2 അല്ല ഇ എന്ന് വരും. സിയുടെ വാല്യൂ കൊടുത്തു. നമുക്ക് വൈ ഓഫ് എക്സ് അഥവാ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x/2 പ്ലസ് 2 ഈക്വൽ ടു ലോഗ് വൈ ടു ദ ബേസ് ഇ വരും. ഈ ലോഗരിതം കളയണമെങ്കിൽ ഈ ലെഫ്റ്റിലേക്ക് വരും. ഇ റൈസ് ടു x/2 പ്ലസ് 2 ഈക്വൽ ടു വൈ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു x/2 ഇൻറ്റു ഇ സ്ക്വയർ എന്ന് പറയുന്നത് വൈ എന്ന് കിട്ടും. സോ വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു x/2 ഇൻറ്റു ഇ സ്ക്വയർ. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഇത് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ലോഗ് ബി ടു ദ ബേസ് എ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഈ എ അപ്പുറത്തേക്ക് പോയാൽ മതി. അപ്പോൾ ലോഗരിതം പൊക്കോളും. ബി ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ ഈ ലെഫ്റ്റിലേക്ക് വരുന്നു, വൈ അവിടെ നിന്ന് പോകും. ലോഗരിതം പോയി ആൻസറിലേക്ക് എത്തുന്നു. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർക്കണേ. NCERT-യിൽ അത്ര കണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് ലീനിയർ എന്നുള്ള കാറ്റഗറി ചെയ്യാം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതല്ല, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോമിൽ വരുമ്പോൾ ഇറ്റ്സ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും? ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആയിരിക്കും. വൈയുടെ കൂടെയുള്ള ടേം പി ആയിട്ട് എടുക്കും, റൈറ്റിൽ വരുന്നത് ക്യൂ ആയിട്ട് എടുക്കും അല്ലേ? അപ്പോൾ ആ ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ dy/dx, ഈ ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ സൈൻ എക്സിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി. നോക്കൂ, 1/2 1/2 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 1/2 സൈൻ 2x പകരം 2 സൈൻ എക്സ് കോസ് എക്സ് എഴുതി. ട്രിഗണോമെട്രി ഫോർമുല 2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 2y കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1/2 ഉണ്ട് കേട്ടോ. ഈ 1/2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ 2x എക്സ്പാൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് കിടക്കുന്ന സൈൻ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. 2 കട്ട് 2 കട്ട്. അപ്പോൾ dy/dx ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ബൈ സൈൻ കട്ടാവും, കോസ് എക്സ് കിട്ടും. പ്ലസ് വൈ ഇൻറ്റു കോസ് ബൈ സൈൻ കോട്ട് എക്സ് വരും. കോട്ട് എക്സ് വൈ എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്തതാട്ടോ, ദിസ് ബൈ ദിസ്, ദിസ് ബൈ ദിസ്. ഇനി ഈ ടൈം ലെഫ്റ്റിലേക്ക് വന്നാൽ dy/dx മൈനസ് കോട്ട് എക്സ് ഇൻറ്റു വൈ സീക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടും. ഞാൻ എന്തിനാ ഇവിടം വരെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇത് ഈ ഫോമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. dy/dx പ്ലസ് py ഈക്വൽ ടു q. വാട്ട് ഈസ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് കോട്ട് എക്സ് വരും കേട്ടോ. ആ മൈനസോടെ കൂടെ എടുക്കണേ, അല്ലെങ്കിൽ ആൻസർ മാറും. വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു കോട്ടിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് എന്ന് വരും അല്ലേ? സൈൻ എക്സ്. ഇനി ലോഗരിതത്തിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ടു ദ ബേസ് ഇ ആണ്. അപ്പോൾ ഈ മൈനസ് ഇവിടെ വരും. അപ്പോൾ ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് റൈസ് ടു -1 ടു ദ ബേസ് ഇ എന്ന് വരും. അപ്പോൾ ഇത് രണ്ടോടെ ക്യാൻസൽ ആയി പോയിട്ട് സൈൻ എക്സ് റൈസ് ടു -1 വരും. സൈൻ എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin x ആണ്. 1/sin x എന്ന് വെച്ചാൽ കൊസീക് എക്സ് വരും. അങ്ങനെ ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കണേ. എ റൈസ് ടു ലോഗ് ബി ടു ദ ബേസ് എ, ഇവ രണ്ട് സെയിം ആണെങ്കിൽ ആൻസർ ബിക്കം ബി. ആൻസർ ബിക്കം ബി. എ റൈസ് ടു ലോഗ് ബി ടു ദ ബേസ് എ സീക്വൽ ടു ബി. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ജനറൽ സൊല്യൂഷൻ എഴുതാനാണ്. ഇത് ഏത് ടൈപ്പിൽ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇങ്ങനെ എഴുതിക്കോളൂ. 1 + y
ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയി. ഡി എക്സ് ബൈ 1 മൈനസ് എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ 1 പ്ലസ് വൈ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിളായ ചുമ്മാ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ മതി. ഇന്ന് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? മൈനസ് ലോഗ് 1 മൈനസ് എക്സ് വരും കേട്ടോ. മൈനസ് വരാൻ കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരണം, എന്നാലേ ലോഗ് ഓഫ് എന്ന് വന്ന് എഴുതാൻ പറ്റുള്ളൂ. 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ന്യൂമറേറ്ററിൽ വരണം. അപ്പോൾ ഒരു -1 അഡ്ജസ്റ്റ് ചെയ്തു. പ്ലസ് സി എന്നുള്ളത് ലോഗ് സി എന്ന് എഴുതിയാൽ നന്നായിരിക്കും കോൺസ്റ്റന്റ്, കാരണം ഇത് കംപ്ലീറ്റ് ലോഗരിതാ വരുന്നത്. എൻ്റയർ ഇക്വേഷൻ കംപ്ലീറ്റ് ലോഗരിതം വരുന്നത് കൊണ്ട് കോൺസ്റ്റന്റും സി എഴുതണ്ട, ലോഗ് സി എന്ന് എഴുതുന്നതായിരിക്കും ബെറ്റർ. സി എഴുതിയാൽ തെറ്റോ? ഒരിക്കലും തെറ്റില്ല, പക്ഷെ ഓപ്ഷനിലേക്ക് എത്താനൊക്കെ ഇതായിരിക്കും നല്ലത്. ഇനി ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എ ബൈ ബി എന്ന് എഴുതാം. ലോഗ് ഓഫ് എ ബൈ ബി എന്ന് എഴുതാം. ലോഗ് രണ്ടിടത്തും കളഞ്ഞാൽ സി ബൈ 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ. ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സി ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ എന്ന് കിട്ടുന്നു. സി ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് വൈ പ്ലസ് മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടുന്നു. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? നമുക്ക് ഓരോ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? ലോഗ് 1 പ്ലസ് വൈ, 1 മൈനസ് വൈ, എല്ലാ ഓപ്ഷനിലും അവർ എക്സ് വൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സി ഇസ് ഈക്വൽ ടു ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ അടുത്ത പ്രശ്നം വരും കേട്ടോ. എന്താ പ്രശ്നം എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനേ ഇതെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 മൈനസ് സി എന്ന് കിട്ടും. ഇതെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, 1 മൈനസ് സി റൈറ്റിലേക്ക് പോയി. ഇതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ മര്യാദയ്ക്ക് ക്വസ്റ്റ്യനൊക്കെ ചെയ്യും, ആൻസർ കിട്ടും. ഓപ്ഷനിൽ നോക്കുമ്പോൾ അവിടെ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ കോൺസ്റ്റന്റിൽ മാത്രം അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തിക്കോളൂ, വേറൊരു സ്ഥലത്തും പറ്റില്ല. ഈ കോൺസ്റ്റന്റ് മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ വേറൊരു സി കൊടുത്തോളൂ. സി ഇസ് എ കോൺസ്റ്റന്റ്, 1 ഇസ് എ കോൺസ്റ്റന്റ്, 1 മൈനസ് സി ഇസ് അനദർ കോൺസ്റ്റന്റ്. വേറെ ഒന്നിലും മാറ്റം വരുത്താൻ പറ്റില്ല കേട്ടോ. ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? തേർഡ് ഓപ്ഷൻ. ഓക്കെ. ഈ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആ സിറ്റുവേഷനിൽ പറ്റില്ല. ആർബിട്രറി കോൺസ്റ്റന്റ് സി എഴുതുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ മാതിരി അഡ്ജസ്റ്റ്മെന്റ് പറ്റും, കോൺസ്റ്റന്റിൽ മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ പറഞ്ഞ ഫോമിലേക്ക് മാറ്റണം. ഡി വൈ ബൈ ഡി എക്സ്, ഡി എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1 മൈനസ് 2xy ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ദെൻ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യൂ കേട്ടോ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇത് ലെഫ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആ ഫോമിലായി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? ഇതാണ് പി, ഇതാണ് ക്യൂ. ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി. ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. പി എന്ന് പറയുന്നത് വൈയുടെ കൂടെ നിൽക്കുന്ന ടേം, വൈയുടെ കൂടെ നിൽക്കുന്ന ടേം 1 പ്ലസ് 2x ബൈ 1 പ്ലസ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ? കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ടു ദ ബേസ് ഇ ആണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ ആൻസർ ബിക്കം 1 പ്ലസ് എക്സ് സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നു. ഓക്കെ. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ലീനിയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫോം ഓർത്തിരിക്കണം കേട്ടോ. ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ഒന്നും വരരുത്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ആ ഫോമിൽ എത്തിയിട്ട് പി കണ്ടുപിടിക്കുക, ക്യൂ കണ്ടുപിടിക്കുക, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് C1, C2, C3, C4
ഇൻ ദ ഇക്വേഷൻ ഗിവ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർഡർ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഓർഡർ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ. ആ ഇക്വേഷൻ നോക്കുമ്പോൾ d²y/dx² ഉണ്ടെങ്കിൽ ഓർഡർ 2 ആണ്. ആ ഇക്വേഷൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ ടൈം d³ y/dx³ ആണെങ്കിൽ ഓർഡർ 3 ആണ്. ഏതാണോ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ അതാണ് ഓർഡർ. അപ്പോൾ ഇപ്പം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടില്ല, ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഓർഡർ എത്രയാണെന്ന് പറയണം. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുകയൊന്നുമില്ല, പക്ഷെ അതിനകത്തൊരു റൂളുണ്ട്. എത്ര ഇൻഡിപെൻഡൻ്റ് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടോ, കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഇക്വേഷൻ ഡിഫറൻസിയേഷൻ നടത്തണം. എത്ര പ്രാവശ്യം നടത്തണം അതെനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ എഴുതുന്ന ഫൈനൽ ആൻസറിൽ ഈ പറയുന്ന C1 C2 C3 C4 ഒന്നും പറ്റില്ല, ആർബിട്രറി കോൺസ്റ്റന്റ് ഒന്നും പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ, എത്ര ഇൻഡിപെൻഡന്റ് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അത്രയും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതാണ് ഓർഡറിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയും സാറേ C1 C2 C3 C4 എന്ന് പറഞ്ഞാൽ 4 കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അപ്പം 4 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തും, അപ്പോൾ ഓർഡർ 4 അല്ലേ? അല്ല, നമ്മൾ ഈ C1 C2 കോൺസ്റ്റന്റ് അല്ലേ, അത് ആഡ് ചെയ്താൽ നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് കിട്ടും. അപ്പം A × sin x + C3 - C4 e⁴. ഇപ്പൊ കോൺസ്റ്റന്റിന്റെ എണ്ണം എത്രണ്ണായി? ഇപ്പോൾ കോൺസ്റ്റന്റിന്റെ എണ്ണം 1 2 3 മാറി. കോൺസ്റ്റന്റിന്റെ എണ്ണം A ഉണ്ട്, C3 ഉണ്ട്, C4 ഉണ്ട്. ഏന്ന് തന്നെ കൊടുക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊടുത്താലും മതി. ഇനിയും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ചോളൂ. ഇനി കുറയ്ക്കാൻ പറ്റില്ല, ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്താലും ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണം കുറയില്ല. 3 കോൺസ്റ്റന്റ് ഉണ്ട്, സോ മാക്സിമം 3 ഡിഫറൻസിയേഷൻ. സോ ഓർഡർ എന്ന് പറയുന്നത് 3 അഥവാ തേർഡ് ഓപ്ഷൻ കിട്ടും. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എത്ര കോൺസ്റ്റന്റ് ഉണ്ടെന്നല്ല, എത്ര ഇൻഡിപെൻഡന്റ് ആർബിട്രറി കോൺസ്റ്റന്റ്, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് ചിന്തിക്കുക. വീണ്ടും ഇന്റഗ്രേറ്റീവ് ഫാക്ടർ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. e⁻ ഇന്റഗ്രൽ p എന്ന് പറയുന്നത് ക്ലിയർ ആണ്, ഈ കിടക്കുന്നു -2dx which is equal to e⁻²x. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഫിഫ്ത്ത് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എലിമിനേഷൻ ഓഫ് ദ. കഴിഞ്ഞ തവണ കണ്ട അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ, നോ ചേഞ്ച്. ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. C1 + C2 ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടുന്നു, സെയിം ക്വസ്റ്റ്യൻ. ജനറൽ സൊല്യൂഷൻ, ഇത് സൊല്യൂഷൻ, ഇതൊരല്പം ഡിഫറെൻ്റ് ആണ്. ജെ ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡയറക്റ്റ് ഫോം ഒന്നുമല്ല, ഇതൊരു എക്സാക്ട് ഫോം, പെർഫെക്റ്റ് ഡിഫറൻഷ്യലിൻ്റെ ഫോമിലേക്ക് മാറ്റണം. പക്ഷെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇതിനെ y/dx - x/dy/y² എന്ന് ഇട്ടു. റൈറ്റ് സൈഡ് x/dy + y/dx എന്ന് എഴുതി. ഇനിയാണ് ടെക്നിക്ക്. ലെഫ്റ്റ് സൈഡിനെ ഞാൻ ഡിഫറൻഷ്യൽ ഓഫ് x/y എന്ന് എടുക്കും. ജെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഈ ഫോമുലയായിട്ട് പഠിക്കുന്നതാണ്. വേറെ ഒന്നുമില്ല, നിങ്ങളുടെ കോഷ്യന്റ് റൂൾ പോലെയാണെന്ന് വിചാരിച്ചോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ /y². ഇതുപോലെ തന്നെ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിയേ, ഡിഫറൻഷ്യൽ ഓഫ് xy എന്ന് എഴുതാൻ പാടില്ലേ, ഡിഫറൻഷ്യൽ ഓഫ് xy എന്ന് എഴുതാൻ പാടില്ലേ. പ്രോഡക്റ്റ് റൂള്, x × ഡിഫറൻഷ്യൽ ഓഫ് y + y × ഡിഫറൻഷ്യൽ ഓഫ് x. ഓക്കെ, ദെൻ ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. x/y = xy + c. ഡയറക്റ്റ് ആൻസർ കിട്ടും. പിന്നെ ഞാനിത് പറയാൻ കാരണം, കീം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇത് ഫെമിലിയർ അല്ല. ജെയ്ക്ക് അവർ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, അവരിതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിനെ അവർ തിരിച്ചു മറിച്ചൊക്കെ ഈ ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ, അപ്പോൾ നിങ്ങളുടെ കോഷ്യൻ റൂൾ, പ്രോഡക്റ്റ് റൂൾ ആ ഫോമിലേക്ക് മാറ്റുന്നു ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വീണ്ടും ദേ ലീനിയറിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ P എന്ന് പറയുന്നത് 1 ആണ്, വൈയുടെ കൂടെ നിൽക്കുന്നത്. Q
ക്യൂ എന്ന് പറയുന്നത് ഈക്വലിന് ശേഷം വരുന്നത് ഇ റേസ് ടു മൈനസ് എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു പി ഡി എക്സ് വിച്ച് ഈസ് ഇ റേസ് ടു എക്സ്. ഇനി സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ്. അപ്പോൾ ഇത് തമ്മിൽ സോൾവ് ചെയ്ത് 1 കിട്ടില്ലേ? ഇൻ്റഗ്രൽ എക്സ് എന്ന് കിട്ടും പ്ലസ് സി. അപ്പോൾ y ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യനിൽ സി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തണം. എക്സിന് 0 കൊടുക്കൂ, വൈക്ക് 1 കൊടുക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എക്സിന് 0 കൊടുക്കൂ, വൈക്ക് 1 കൊടുക്കൂ. അപ്പോൾ 1 is equal to സി എന്ന് കിട്ടി. സിയുടെ വാല്യൂ 1 കിട്ടി. അത് ഇവിടെ കൊടുത്താൽ y ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 കിട്ടി. y ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. y ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ പറയുന്നതിന് കുഴപ്പമില്ല. ഇതിനകത്ത് ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ 2 ആണ്. അപ്പോൾ ഓർഡർ 2 ആണ്. പക്ഷെ ഡിഗ്രി ഇപ്പോൾ പറയാൻ പറ്റില്ല. ഡിഗ്രി പറയുന്നത് ദ ഡിഫറൻഷ്യൽ ടേംസ് ആർ ഫ്രീ ഫ്രം റാഡിക്കൽ ടേംസ്, fractional powers, negative powers. Simply they say that the given differential equations are polynomial in terms of differential. ഡിഫറൻഷ്യലിൻ്റെ ടേമിലുള്ള പോളിനോമിയൽ ആയിരിക്കണം. അപ്പോൾ അതിന് ഫ്രാക്ഷണൽ പവേഴ്സോ ഒരു ഫംഗ്ഷൻ അകത്ത് കയറി വരികയോ നെഗറ്റീവ് പവറോ ഇതൊന്നും പറ്റില്ല. അപ്പോൾ ഡിഗ്രി പറയുന്നതിന് മുൻപ് ശരിക്കും 5th റൂട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 1 plus d square y by dx square the whole raised to 1 by 5 equal to y plus dy by dx the whole square the whole raised to 1 by 4. ഇതെല്ലാം ഇവിടുന്ന് കളയണം. 4ഉം 5ഉം ഒക്കെ കളയണം അല്ലേ? ഇത് 4th പവർ, മറ്റത് ഇത് റേസ് ടു 5. റേസ് ടു 5. അപ്പോൾ രണ്ട് സൈഡും എന്ത് ചെയ്യണം? രണ്ട് സൈഡും ഹോൾ റേസ് ടു 20 ചെയ്താൽ കുഴപ്പമില്ല അല്ലേ? ടേക്ക് ഹോൾ റേസ് ടു 20. ശരിയാവുമെന്ന് നോക്കാം കേട്ടോ. ഹോൾ റേസ് ടു 20 ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നത് 1 പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 വരും. റൈറ്റ് സൈഡ് വരുന്നത് y പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 5 ദ ഹോൾ റേസ് ടു 5 എന്നും കിട്ടും. ഇനി ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്ത് കഷ്ടപ്പെടണ്ട. അപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഹയസ്റ്റ് ഓർഡർ ആയിട്ട് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ പവറാണ് നോക്കേണ്ടത്. അതിൻ്റെ ഹയസ്റ്റ് പവർ. അതായത് ഇപ്പം ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടേമുകളൊക്കെ കിട്ടും. ഹയസ്റ്റ് പവർ ചിലപ്പോൾ വലിയ ടേമിലേക്കൊക്കെ പോയിന്നിരിക്കും. 5 റേസ് ടു 5, 5 into 5, 10 5 into 5 25 അല്ല 5 + 5 10 വന്നിരിക്കും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ റൈറ്റ് സൈഡ് മൈൻഡ് ചെയ്യേ വേണ്ട. കാരണം നിങ്ങൾ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ ഓർഡർ 2 ആണ്. അതിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. 1 പ്ലസ് 4c1 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4c2 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ പോവുക. അപ്പോൾ ഏറ്റവും വലിയ പവർ ഏതായിരിക്കും വരുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 4. ലാസ്റ്റ് ടൈം 4c4 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 4. ഇതായിരിക്കും ഹൈയസ്റ്റ് പവർ വരുന്നത്. അപ്പോൾ
ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ 2, ആ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ എടുക്കുന്നതിൻ്റെ ഹയസ്റ്റ് പവർ 4. സോ ഓർഡർ 2 ഡിഗ്രി 4 എന്ന് കിട്ടും. അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചോളൂ. കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു, കാരണം ജയിലൊക്കെ സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിരുന്നു. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ മാത്രമേ ഇതിനകത്ത് 2 പറയാൻ പറ്റില്ല. ചില സ്ലോട്ടിൽ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ, കാരണം മൊത്തം 6 സെഷനിൽ നിന്നാണ് നമുക്ക് 10 ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചില സെഷനിൽ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ ഒരു ചാപ്റ്ററായിട്ട് കാണാം. നിങ്ങൾ തിയറി പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2024 ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കീമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഐഡിയ കിട്ടും 24 25 ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, താങ്ക് യു.